നമസ്കാരം. വിടാമുയർച്ചി അങ്ങനെ നീണ്ട ഇടവേളയ്ക്ക് ശേഷം നമ്മുടെ അജിത് കുമാർ നായകനായിട്ടുള്ള വിടാമുയർച്ചി റിലീസായിരിക്കുകയാണ്. പടം കണ്ടു വന്നു. ഇതിന്റെ മകിഴ് തിരുമേനിയാണ് പടത്തിന്റെ സംവിധായകൻ. പുള്ളിക്കാരന്റെ മുമ്പിലുള്ള പടങ്ങൾ ചെയ്തിട്ടുണ്ടോ നോക്കാൻ നിന്നില്ല. പിന്നെ അനിരുദ്ധ് പുള്ളിന്റെയാണ് മ്യൂസിക്. നമ്മുടെ അജിത് കുമാർ, തൃഷ, അർജുൻ, പിന്നെ ബാക്കി കുറച്ച് പേരുണ്ട്. അതിന്റെ പേരൊന്നും കറക്റ്റായിട്ട് അറിയില്ല. അപ്പോൾ ഇവരൊക്കെയാണ് മെയിനായിട്ടുള്ള കഥാപാത്രങ്ങൾ. പിന്നെ 2-3 വില്ലന്മാരും ഉണ്ട്. ഇവർ തന്നെയാണ് ഈ പടത്തിന്റെ ത്രൂ ഔട്ടായിട്ട് ഉള്ളത്. പിന്നെ ഒരു പെണ്ണും കൂടി ഉണ്ട്. പിന്നെ എന്തൊരു സിൻഡ്രല്ല അങ്ങനത്തെ പേരാണ്, അത് കറക്റ്റായിട്ട് പേരറിയില്ല. പടം ഒരു അസർബൈജാനിലൊക്കെ നടക്കുന്ന ഒരു സ്റ്റോറിയാണ്. ഈ ഒരു പടം റിലീസിന് മുമ്പ് തന്നെ ഒരു ഇംഗ്ലീഷ് ചിത്രമായിട്ടുള്ള ഒരു ബ്രേക്ക് ഡൗൺ എന്ന് പറഞ്ഞ പടത്തിന്റെ റീമേക്കാണ്. അതിന്റെ പകർപ്പവകാശമൊക്കെ വേണമെന്നൊക്കെ പറഞ്ഞിട്ട് കുറെ പ്രശ്നങ്ങളും കാര്യങ്ങളെല്ലാം നമ്മൾ സോഷ്യൽ മീഡിയ കൂടെ കണ്ടതാണ്. അത് വെറും സോഷ്യൽ മീഡിയ കൂടെ തന്നെ കണ്ടതാണ്, വെറുതെ ചുമ്മാ ഒരു പ്രൊമോഷന് വേണ്ടി ചെയ്തതാണെന്നുള്ള കാര്യം അറിയില്ല. പക്ഷെ എന്നിരുന്നാൽ കൂടി പടം റിലീസായി. ആദ്യ പ്രതികരണങ്ങളൊക്കെ ഭയങ്കര മിക്സഡ് റിവ്യൂവും പിന്നെ കുറെ പേര് നെഗറ്റീവ് റിവ്യൂവും കാര്യങ്ങളെല്ലാം കണ്ടു. ഞാനത് റിവ്യൂ നിലവിൽ കണ്ടിട്ടാണ് നമ്മൾ ഇരിക്കുന്നത്. വൈകുന്നേരം എന്തായാലും പോകാന്നുള്ളതുണ്ട്. എന്നാലും പക്ഷെ നമ്മൾ എന്താണ് ഇതിന്റെ റിവ്യൂ എന്നുള്ള ഒരു ആകാംക്ഷ റിവ്യൂ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ കുറച്ച് നെഗറ്റീവ് റിവ്യൂ വരുന്നുണ്ട്, കുറച്ച് പോസിറ്റീവ്, കുറച്ച് മിക്സഡ് ആയിട്ട് വരുന്നുണ്ട്. പക്ഷെ ഒട്ടുമിക്കതും ഒരു നെഗറ്റീവ് ഒരു ഇമ്പാക്ട് ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു റിവ്യൂ ആണ് നിലവിൽ വരുന്നത്. അപ്പോൾ അതും പ്രതീക്ഷിച്ചിട്ടാണ് നമ്മൾ വെറും എന്താ പറയാ ബ്ലാങ്ക് ഒരു പ്ലെയിൻ ആയിട്ടുള്ള ഒരു മൈൻഡും കൊണ്ടാണ് ആ പടത്തിന് പോയത്. വരുന്ന വെച്ച് കാണാന്നൊക്കെ പറഞ്ഞിട്ടാണ് പടത്തിന് പോയത്. പക്ഷെ പടം തുടങ്ങി ആ കഥ ബിൽഡ് ചെയ്ത് വന്ന് ഇന്റർവെല്ലായ ഒരു സെക്കൻഡ് നമ്മൾക്ക് സ്ക്രീനിൽ നിന്ന് ഇങ്ങനെ കണ്ണെടുക്കാൻ തോന്നാത്ത ലെവലിലാണ് അവരത് എടുത്തു വെച്ചിരിക്കുന്നത്. പിന്നെ ഇന്റർവെൽ ബ്ലോക്കിന് ശേഷം അതിനുണ്ടായ ഒരു പിന്നെ അങ്ങോട്ട് കത്തിക്കേറിയ ഒരു രീതിയുണ്ട്. ഇത് വെച്ച് നോക്കുമ്പോൾ പടം കൊള്ളാം. എന്റെ അഭിപ്രായമാണ്, പടം കൊള്ളാം. ഇവർ ഈ പറഞ്ഞ പോലെ ഫസ്റ്റ് ഹാഫ് ലാഗാണ്, സെക്കൻഡ് ഹാഫ് ക്വാളിറ്റി അങ്ങനെയൊന്നുമില്ല. ഫസ്റ്റ് ഹാഫ് സൂപ്പറായിട്ട് അവർ എടുത്ത് വെച്ചിട്ട് പോയിട്ടുണ്ട്. കാരണം ഇവരുടെ അറിയാം, ഇത് നമ്മൾ ട്രെയിലറിൽ തന്നെ അറിയാം. ഒരു വൈഫിനെ നഷ്ടപ്പെട്ട ഹസ്ബൻഡ് അവിടെ കിടന്ന് കാണിക്കുന്ന ഓരോരോ അവരുടെ ഒരു സർവൈവലാണ് ഈ പടത്തിന്റെ ഒരു ഇതാണ്. ഭയങ്കര ത്രില്ലിംഗ് ലെവലിലൂടെയാണ് ഈ പടം പോകുന്നത്. എന്താവും എന്നുള്ളതിന്റെ ഇതൊക്കെ. കാരണം ബ്രേക്ക് ഡൗൺ എന്ന് പറഞ്ഞ പടം നമ്മൾ കണ്ടിട്ടില്ല. ചിലപ്പോൾ കണ്ടവർക്ക് ചിലപ്പോൾ ഇതെന്താണെന്ന് അറിയില്ല. ആ സ്റ്റോറി എന്താണ് ഈ സ്റ്റോറി എന്താണെന്നൊന്നും രണ്ടും ഒരേപോലെയാണെന്നൊന്നും അറിയില്ല. പക്ഷെ ഈ പടം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നല്ല രീതിയിൽ ത്രില്ലടിച്ചിരിക്കേണ്ട കാണേണ്ട ഒരു പടം തന്നെയാണ്. കാരണം എനിക്കിതിലൊരു നല്ല ഒരു ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് തൊട്ട് ലാസ്റ്റ് വരെ അനിരുദ്ധ് കൊടുത്ത BGM ഉണ്ടല്ലോ, അത് തന്നെയാണ് പടം കഴിഞ്ഞിട്ട് ഇറങ്ങുന്നത് വരെ നമ്മളിങ്ങനെ കാതിൽ ഇങ്ങനെ മുഴങ്ങിക്കൊണ്ടിരിക്കുക. ഇങ്ങനെയുള്ള ഹസ്ബൻഡിനെയാണ് ഭാര്യമാർക്ക് ഇഷ്ടം എന്നുള്ള ലെവലൊക്കെയാണ് പടത്തിന്റെ ഒരു ഇത്. കാരണം ഇവര് തമ്മിലുള്ള ഒരു നല്ല ഒരു ഫാമിലി, ഇവര് തമ്മിൽ പരിചയപ്പെട്ട് ബോണ്ടിങ്, ലവ്, കല്യാണം, അതിനുശേഷമുള്ളത്, പിന്നെ ഇവരിന്റെ ഒരു യാത്ര ഉണ്ടാകുന്ന കുറച്ച് കാര്യങ്ങളും ഇതെല്ലാമാണ് ഈ പടത്തിന്റെ ഒരു കഥാതന്തു. അത് എടുത്ത മേക്കിംഗ് എല്ലാം നല്ല രീതിയിൽ, ഇതിന്റെ സിനിമോട്ടോഗ്രാഫി ചെയ്തിരിക്കുന്ന ആള് എക്സലന്റ് വർക്കാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിന്റെ എഡിറ്റിംഗ് ആയിക്കോട്ടെ, പിന്നെ ഇതിന്റെ എല്ലാ ടെക്നീഷ്യന്മാരും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഒന്നൊഴികെ ഫൈറ്റ് ഒഴികെ. ഈ ഫൈറ്റ് ശോകം പറഞ്ഞു കഴിഞ്ഞാൽ ചില്ലറ ശോകമൊന്നുമല്ല. ക്ലൈമാക്സ് ഫൈറ്റ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ഒരുമാതിരി അത്യാവശ്യം ഞാൻ ഇടിക്കാം, നീ താഴെ, എന്നിട്ട് നീ ഇടിക്കും, ഞാൻ താഴെ, അങ്ങനെ നമുക്ക് കാണുമ്പോൾ അങ്ങനെ അറിയുന്നുണ്ട്. ഇങ്ങനെ എന്താ പറയാ അത്രയും സ്ലോ വെച്ചിട്ട് കൈ കൊണ്ട് വീശുന്നതും കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. അതുകൊണ്ട് ഫൈറ്റ് സീന് ഭയങ്കര മോശമായിട്ട് തോന്നും, ഭയങ്കര മോശം. ബാക്കിയുള്ളതെല്ലാം അടിപൊളിയുണ്ട്. പിന്നെ നമ്മുടെ അജിത്തിന്റെ ആ സ്ക്രീൻ പ്രസൻസ് അത് പിന്നെ പറയാൻ വയ്യ. പുള്ളിന്റെ ഇമോഷൻസ് ആയിക്കോട്ടെ, പുള്ളിന്റെ ആ ഒരു ദേഷ്യം, ഒരു ആംഗ്രി ലെവൽ ആയിക്കോട്ടെ, ഒരു മാസ് എലിമെന്റ് ആയിക്കോട്ടെ, ഒരു ചെറിയ നോട്ടത്തിലൊക്കെ ചെറിയൊരു മാസ് ലെവലൊക്കെ ഉണ്ട്. പടം മൊത്തമല്ല, മാസ് എലിമെന്റ് ഒക്കെ ഉണ്ട്. അതെല്ലാം പുള്ളി നല്ല രീതിയിൽ അത് കൈകാര്യം ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ പടം ഈ പറഞ്ഞ അജിത് ഫാൻസ് വലിയൊരു ആർഭാടമാക്കിയിട്ട് കാണേണ്ട ലെവലിലുള്ള ഒരു പടമൊന്നുമല്ല. കാരണം ഈ പറഞ്ഞ പോലെ സ്ലോ മോഷനിൽ വന്ന് 10-15 ഫൈറ്റേഴ്സിന് ഇടിച്ചിട്ട് പറന്നിട്ട് അങ്ങനെ ഒരു പരിപാടിയൊന്നും, സ്ലോ മോഷന്റെ പരിപാടിയൊന്നും ഇതിലില്ല. ഇതില് എവിടെയൊക്കെയാണ് വേണ്ട സാധനങ്ങള് അതായത് അവിടെയെല്ലാം പ്ലേസ് ചെയ്തിട്ടുണ്ട് ആ രീതിയിലൊക്കെ. കാരണം ഒരു സിമ്പിൾ ഇൻട്രൊഡക്ഷൻ ആണ്. തുടക്കം തന്നെ പടത്തിന്റെ പേര് എഴുതി കാണിച്ചു, സംവിധായകന്റെ പേര് എഴുതി കാണിച്ചു. അതിനുശേഷം പിന്നെ അടുത്ത ഫസ്റ്റ് സീൻ കാണിക്കുന്ന അജിത്തിന്റെയാണ്. സിമ്പിൾ സീന്, ഒരു വലിയ ഒരു ബിൽഡപ്പോ ഇങ്ങനെ ഒരു ഇതുമില്ല. സിമ്പിൾ സീനായിട്ട് 2 പേരുടെ ഇന്റർവ്യൂ കഴിഞ്ഞു. പിന്നെ ഇവരുടെ ഒരു യാത്രയിൽ ഇവരുടെ ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറി എന്ന് വെച്ചാൽ ഒരു പാസ്റ്റ് സ്റ്റോറി എല്ലാം കാണിക്കുന്ന ഒരു സീൻ തന്നെയാണ്. അതെല്ലാം അടിപൊളിയുണ്ട്. പിന്നെ ഇടയിൽ ഈ പാട്ട് കുത്തിത്തിരിയിട്ടുള്ള ഒരു പരിപാടിയില്ല. അതാണ് ഈ ഒരു മ്യൂസിക്കിന്റെ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോറിന്റെ ഒരു ക്വാളിറ്റിയാണ് ഈ ഒരു പടത്തിന് ഇങ്ങനെ കൊണ്ടുപോയത്.
അത് തന്നെയാണ്. കാരണം ബാക്കി അതിന്റെ കഥ എന്നുള്ള അതിന്റെ ബേസിൽ പോകുന്നതോറും നമുക്കൊന്നും കൂടി ത്രില്ലാക്കണം, ബും 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 എന്നുള്ളൊരു ഇതിൽ നമുക്ക് ഇടിപ്പുണ്ടാക്കുന്നത് ഇതിന്റെ മ്യൂസിക് തന്നെയാണ്. തൃഷന്റെ അഭിനയം അടിപൊളിയായിട്ടുണ്ട്. ഇതിൽ ബാക്കിയുള്ള ക്യാരക്ടേഴ്സ് എല്ലാം നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു വൈറലായ ഒരു വീഡിയോ ആയിരുന്നു നമ്മുടെ ചേസിങ്ങിന്റെ ഇടയിൽ ഈ വണ്ടി മറിയുന്ന ആ ഒരു സീന്, അതും ഇതിനകത്തുണ്ട്. പക്ഷെ വീണ് നിവർന്ന് നിൽക്കുന്ന പോലത്തെ ഒരു സീക്വൻസ് ആണ്. അതെല്ലാം അടിപൊളിയായിരുന്നു. പക്ഷെ ഫൈറ്റിന്റെ കാര്യത്തിലോട്ട് വന്നവർ ചേസിങ് ആയിക്കോട്ടെ, ഡയലോഗ് ഡെലിവറി എല്ലാം അടിപൊളിയായിരുന്നു. പക്ഷെ ആ ഫൈറ്റിന്റെ ആ ഒരു ഇതിൽ ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി എല്ലാം അടിപൊളിയായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. ഇന്റർവ്യൂവിൽ വരെ സ്ലോ ഫേസിലാണ് ഈ കഥ പോകുന്നത് വെച്ചാലും ലാഗ് അടിക്കുന്നത്. കാരണം ഇവന്റെ കഥ എന്താണെന്ന് അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി, അത്രയും ഡീപ്പായിട്ടുള്ള ലവ് നിന്നിട്ട് അവരൊരു ബ്രേക്കപ്പിലുള്ള ലെവലിലോട്ട് പോകുന്നതിനുള്ള കാരണം എന്താണെന്നൊക്കെ എന്താണെന്ന് അറിയാനുള്ള ഒരു ഇതാണ്. അത് അവരിങ്ങനെ ബിൽഡ് ചെയ്ത് കൊണ്ടുപോയി ഒരൊറ്റ ടോപ്പിലെത്തിക്കലായിരുന്നു പടത്തിൻ്റെത്. പിന്നെ ഇടയിലിടയിൽ ഓരോ സസ്പെൻസ് കാര്യങ്ങളെല്ലാം ഉണ്ട്. അതെല്ലാം പെട്ടെന്ന് തീർന്നെല്ലാം പോകുന്നുണ്ട്. എന്തായാലും അർജുന്റെ വേഷം പുള്ളി വില്ലൻ തന്നെയാണ്. നമ്മൾ ട്രെയിലറിൽ കണ്ട പോലെ വില്ലൻ തന്നെയാണ്, ഒരു സൈക്കോ വില്ലൻ. പിന്നെ അർജുന്റെ ഒരു പേരായിട്ട് അഭിനയിച്ചത് പുള്ളിക്കാരി അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം ഒരു വിദേശത്തായതുകൊണ്ട് നമുക്ക് ആ ഒരു ഹോളിവുഡ് ടച്ച് എന്ന് വെച്ചാൽ നമുക്ക് ആ മേക്കിന് ആ ഒരു ഓരോരോ ഫ്രെയിമിന് നമുക്ക് ആ ഒരു ഇംഗ്ലീഷ് സിനിമ കാണുന്ന തരത്തിലുള്ള ഒരു ഫീല് നമുക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. ലൈക്ക ഫിലിംസ് ആണ്, നമ്മൾ ലൈക്കയാണ് ഈ പടം നിർമ്മിച്ചിരിക്കുന്നത്. നമ്മുടെ കേരളത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുന്ന നമ്മുടെ ഗോകുലം ഫിലിംസ് ആണ്. പക്ഷെ ഇങ്ങനെയുള്ളൊരു പടം, ഈ ഒരു സബ്ജക്റ്റ് എത്രത്തോളം ആൾക്കാർ ഏറ്റെടുക്കുന്നുള്ള കാര്യത്തിലാണ് സംശയം ഇനി. കാരണം സമ്മിശ്ര പ്രതികരണമാണ് വരുന്നെങ്കിൽ കൂടി അജിത്തിന് ഇങ്ങനെയുള്ള ഓരോരോ സ്റ്റോറി ആൾക്കാർക്ക് എത്രത്തോളം അത് ഏറ്റെടുക്കാൻ പറ്റുന്നുള്ള അറിയില്ല. പക്ഷെ ഇവര് എടുത്ത സെറ്റപ്പ് എല്ലാം അടിപൊളിയുണ്ട്, കൊള്ളാം. അങ്ങോട്ട് ഒരു എന്താ പറയാ, ആ ഫൈറ്റ് ഒഴികെ നിന്ന് കഴിഞ്ഞാൽ നമ്മളത് നോക്കുന്നത് ഫൈറ്റിന്റെ ഇതൊക്കെ നോക്കണം. ചിലവർക്ക് അത് ഇഷ്ടപ്പെടും. എനിക്ക് ആ ഫൈറ്റ് ഒന്നും വലിയ രീതിയിൽ അത് സെറ്റായില്ല. എന്നിരുന്നാൽ കൂടി ഒരു മികച്ചൊരു തിയേറ്റർ അനുഭവം തന്നെയാണ്. മസ്റ്റ് വാച്ച് എന്നൊന്നും പറയാനില്ല. പക്ഷെ നല്ലൊരു പടം നമുക്ക് തിയേറ്ററിൽ തന്നെ കൊടുത്ത പൈസ മുതലാവുമല്ലോ. 2.5 മണിക്കൂർ സംതിങ് എന്തോ ഉണ്ട് ഈ പടം. അപ്പോൾ ഇതെല്ലാം കാണുമ്പോൾ അടിപൊളിയാണ്. പിന്നെ പുള്ളിന്റെ സ്ക്രീൻ പ്രസൻസ്, പുള്ളി നിന്ന് കഴിഞ്ഞാൽ നിറഞ്ഞു. ആ രീതിയിലാണ് ഇത്. എന്തായാലും നമുക്ക് അത്ര ബോർ അടിക്കൊന്നുമില്ല. ഈ പറയുന്ന റിവ്യൂ ഒന്നും കേട്ട് നിങ്ങൾ പോകണ്ട. റിവ്യൂ കേട്ട് പോകാണ്ടിരുന്നാൽ നിങ്ങൾക്ക് തന്നെ നഷ്ടം. കാരണം ചില റിവ്യൂ ഒക്കെ സത്യം, ചില റിവ്യൂ ഒക്കെ നുണയാന്നുള്ള നമുക്ക് ഓരോ പടങ്ങളിലൂടെ കണ്ടാലും അറിയാം. അതുകൊണ്ട് കാണേണ്ട ഒരു തിയേറ്ററിൽ പോയി കാണുക. അത്ര പൈസ പോകേണ്ട ലെവലിലുള്ള ഇതൊന്നുമല്ല. പറഞ്ഞ ഫസ്റ്റ് ഹാഫ് സ്ലോ പേസിൽ പിന്നെ കഥ പറഞ്ഞ് പോയി ഇന്റർവ്യൂ ബ്ലോക്കിൽ കൊണ്ട് നിർത്തുന്നവരെ സൂപ്പറാണ്. അതിനുശേഷം പടം പിന്നെ പോകുന്നത് വേറെ നിരപ്പിലോട്ടാണ് പോകുന്നത്. അപ്പൊ അതുകൊണ്ട് തിയേറ്ററിൽ കാണേണ്ട ഒരു തിയേറ്ററിൽ തന്നെ പോയി കാണാം. നല്ലൊരു തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് ആണ്.